വാതകം ലഭിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടമായ ട്രാൻസ്പോർട്ട് ഗതാഗതം എന്നതിനായി നമ്മൾ അതിനെ ദ്രാവക രൂപത്തിലേക്ക് അമർത്തുന്നു. ഇത് പൈപ്പ് ലൈനുകളുടെയോ കപ്പലുകളുടെയോ അതിൻ്റെ അവസാന ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നു. മൂന്നാമത്തെ ഘട്ടമാണ് ഏറ്റവും രസകരമായത്, സ്റ്റോറേജ്, സംഭരണം അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ, വിനിയോഗം. സംഭരണത്തിൽ നമ്മൾ ദ്രാവക രൂപത്തിലുള്ള CO2 ഭൂമിക്കിടയിൽ പലപ്പോഴും 1 കിലോമീറ്ററിൽ കൂടുതൽ ആഴത്തിൽ സലൈൻ അക്യൂഫറുകളിലോ അല്ലെങ്കിൽ ശൂന്യമായ എണ്ണപ്പാടങ്ങളിലോ പമ്പ് ചെയ്യുന്നു. അവിടെ അത് കാലക്രമേണ പാറയായി മാറുന്നു. എന്നാൽ വിനിയോഗത്തിൽ നമ്മൾ കാർബണിനെ ഒരു വിഭവമായി കാണുന്നു. നമുക്ക് അതിനെ മെഥനോൾ ആക്കി മാറ്റാം. കർഷകർക്കായി ഗ്രീൻ യൂറിയ നിർമ്മിക്കാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ കെട്ടിടങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ കോൺക്രീറ്റിലേക്ക് കുത്തിവെക്കുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ വെറുതെ മാലിന്യം ഒളിപ്പിക്കുകയല്ല, മറിച്ച് ഒരു സർക്കുലർ കാർബൺ ഇക്കോണമി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഭൂമിയെ സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വളർത്താനും ഈ സാങ്കേതികവിദ്യ നിർണായകമാണ്.